നൈസായിട്ട് കറണ്ട് പോയി, ലൈറ്റ് പോയി. അപ്പൊ എന്താ വെറുതെ അല്ലേ പോയി പറഞ്ഞേ. വെൽക്കം ബാക്ക് ഗായ്സ്. അപ്പോ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിക്കാണ്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങളിപ്പോ കറന്റ്ലി ഞങ്ങൾ യൂസ് ചെയ്യണ സ്കിൻ കെയർ പ്രോഡക്ട്സിന്റെ റിവ്യൂ അല്ല, സ്കിൻ കെയർ പ്രോഡക്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് വന്നത്. നമുക്ക് കമന്റ് ബോക്സിൽ വരുന്ന മിക്ക ക്വസ്റ്റ്യൻസും ഈ ഒരു ഇതിൽ ബേസ് ആയിട്ടാവും. സ്കിൻ കെയർ വീഡിയോസ് ചെയ്യോ, നിങ്ങൾ കറന്റ്ലി യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പരിചയപ്പെടുത്തോ, എന്തൊക്കെ യൂസ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഇരിക്കുന്ന ഒരു ടൈമിൽ വേണല്ലോ, അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇപ്പൊ എടുക്കാം. നമുക്ക് വലിയ സ്കിൻ കെയർ ഒന്നും ഇല്ല, അങ്ങനെ പറയാൻ മാത്രമല്ല, ഭയങ്കര സിമ്പിൾ ആണ്. കഴിഞ്ഞ ഇതിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് അല്ലേ? ഞങ്ങള് പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി, ഇപ്പൊ മാറ്റിയിട്ട് കുറച്ചായിട്ടുണ്ടാവും. ഫസ്റ്റ് തന്നെ പറയാം, ഞങ്ങൾ രണ്ടാളും നല്ല ജലദോഷവും പനിയൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്, തീരെ സൗണ്ട് ഇല്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞങ്ങളിവിടെ എല്ലാം റെഡി ആക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ താഴെ വിഷുവിന് റെഡി ആയിക്കൊണ്ടിരിക്കും, ഗെറ്റ് റെഡി ഒക്കെ എടുത്തിട്ട് സുന്ദരിയായിട്ട് വീഡിയോസ് എന്താ പട്ടുപാവാടല്ല ധാവണൊക്കെ എടുത്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ഭയങ്കര ബിസിയാണ്. ഞങ്ങള് പുറത്ത് പോകുമ്പോ സ്കിൻ കെയർ ചെയ്യും, നമ്മള് പൊതുവെയുള്ള സ്കിൻ കെയർ ചെയ്യും. അതില് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം. ഞങ്ങൾ ആകെ ഈ പ്രോഡക്ട്സ് തന്നെയാണ്. ഞങ്ങളിപ്പോ ഡെയിലി ഇപ്പൊ പുറത്ത് പോവാണെങ്കിലും ഞങ്ങള് ഭയങ്കര കുറവായിട്ടാണ് ഞങ്ങൾ ഫൗണ്ടേഷനും മേക്കപ്പും ഒക്കെ യൂസ് ചെയ്യാറ്. ഞങ്ങള് കൂടുതലും ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങാറ്. അപ്പൊ നമ്മുടെ മെയിൻ സാധനമാണ് ഇത്. ഇതൊക്കെയാണ് ഞങ്ങളെ ഫസ്റ്റ് സാധനങ്ങൾ. അപ്പൊ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണത് ടോണർ ഞങ്ങള് ആദ്യം ഒന്നും യൂസ് ചെയ്തിരുന്നില്ല, ഫസ്റ്റിലിട്ടാ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ടോണർ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലായി. ആ യൂസ് ചെയ്ത തന്നെ ടോണർ കൊണ്ട് വേറെ സാധനം എടുത്തിട്ട് രണ്ടും പെട്ടിയിലിരിക്കണത് അതാണ്. നമ്മള് യൂസ് ചെയ്യുന്ന ടോണർ ഏതാണ്? നമ്മൾ ഈ ടോണറാണ് യൂസ് ചെയ്യുന്നത്, നമ്പൂസിൻ നമ്പർ 3. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് തന്നെയാണ്. ഇത് ഞങ്ങളടുത്ത് ബാക്കപ്പ് ഉള്ളത്, ഇത് കഴിഞ്ഞത്, ഇത് കഴിയാനായി. ഞങ്ങളിപ്പോ രണ്ടാളും സെയിം തന്നെയാണ് യൂസ് ചെയ്യണേ. ഞങ്ങളിപ്പോ രണ്ടാളും വീട്ടിലുള്ളതുകൊണ്ട് സെയിം തന്നെ യൂസ് ചെയ്യണം. അപ്പൊ ഞങ്ങളിങ്ങനെ റീസ്റ്റോക്ക് ചെയ്ത് വെക്കും, കാരണം ഇത് വരാന് ഞങ്ങൾ മാക്രോണിന്നാണ് ഓർഡർ ചെയ്യാറ്. അപ്പൊ വരാന് ടൈം എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ ഈ ടോണർ ആദ്യം ഇട്ടിട്ട് പിന്നെ ഇത് കുറച്ചേ ഇടുള്ളൂ കേട്ടോ, കുറച്ച് സാധാ എല്ലാവരും ടോണർ അപ്ലൈ ചെയ്യണം. നല്ലൊരു സുഖം ഇട്ട് കഴിഞ്ഞാലും സ്കിന്നിന് ഒരു നല്ലൊരു ഫീൽ കിട്ടും. ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ ടോണർ ഇടാണ്ട് ആക്ച്വലി സെറൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ വേറൊരു ഇത് ലൈക്ക് ഒരു മറ്റേ ശരിക്കും ഒരു വാട്ടർ കൺസിസ്റ്റൻസി അല്ല ഇതിന്റെ, കുറച്ച് തിക്കായിട്ടുള്ള ഒരു അങ്ങനത്തെ ടൈപ്പാണ്. അപ്പൊ നമുക്ക് സുഖമാണ് ഇടാൻ. പിന്നെ നെക്സ്റ്റ് മോയ്സ്ചറൈസർ റൈസിന്റെ നിങ്ങൾ കറന്റ്ലി യൂസ് ചെയ്യുന്നത് ഇത് പുതിയ കുപ്പി, ന്യൂ പൊട്ടിക്കാത്തത്. അപ്പൊ ഇത് കഴിഞ്ഞ് ഇത് കൊറേ ആയിട്ട് ഇത് ഞങ്ങള് ഒരു എത്ര ബോട്ടിൽ മേടിച്ചിട്ടുണ്ടാവും? കുറേ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം യൂസ് ചെയ്തിരുന്നത് വേറെ ആയിരുന്നു, അത് ഞങ്ങൾ മാറ്റിയിട്ടാണ് ഇത് യൂസ് ചെയ്ത് തുടങ്ങി. അത് ഞാനിങ്ങനെ കൊറേ ആയി ഞങ്ങൾ ഇത് കാണുന്നതിന്റെ റിവ്യൂ. ആദ്യം എനിക്കിത് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോ എനിക്ക് പെട്ടെന്ന് എന്താ പറയാ സ്കിന്നിന് പറ്റാത്ത പോലെ തോന്നി. പക്ഷെ അത് തോന്നിയത് വേറെ പ്രോഡക്റ്റ് ആയിരുന്നു, ഫേസ് വാഷിന്റെ പ്രശ്നമായിരുന്നത്. വേറൊരു ഫേസ് വാഷ് ഞാനത് യൂസ് ചെയ്യാറില്ല, ഇവള് മാത്രം യൂസ് ചെയ്യുമ്പോ എനിക്ക് പെട്ടെന്ന് റിയാക്ഷൻ വന്നു, ഭയങ്കര കുരു കൂടി അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ച എന്താ ഇത് മോയ്സ്ചറൈസർ അല്ലേ ഇപ്പൊ പുതിയതായിട്ട് പറഞ്ഞു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നോക്കി, എനിക്ക് പക്ഷെ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു ഇതല്ലേ ഇപ്പൊ ന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആ സമയത്ത്. അപ്പൊ ഞാൻ ചിന്ത ഒരു ഇതിനാവും റിയാക്ഷൻ വന്നത് പറഞ്ഞിട്ട് ഇത് ഞാൻ കുറച്ച് മാറ്റി വെച്ച് യൂസ് ചെയ്യാണ്ടിരുന്നു. ഒരു ദിവസം ഇതിട്ട് നോക്കി, അതെന്തോ താഴെ ഇരുന്ന മേലെ ഇരുന്ന അങ്ങനെ എന്തായിട്ട് എടുക്കാനുള്ള മടി കൊണ്ട് ഇതിട്ട്. അപ്പൊ എനിക്ക് നല്ല ഇതല്ലെങ്കിൽ നല്ല സ്മെല്ലൊക്കെ ഇട്ട് കഴിഞ്ഞ ഒരു നല്ലൊരു ഫീലാ. എന്നിട്ട് ബമ്പൊക്കെ പെട്ടെന്ന് ഒരു കുറച്ച് യൂസ് ചെയ്തപ്പോ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു, നല്ല ക്ലിയർ ആവണ പോലായി. അപ്പൊ ഞാൻ എന്താ ഇതിനെ സ്വിച്ച് ചെയ്ത് പിന്നെയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കി, ഫേസ് വാഷിനാണ് ആ പ്രശ്നം വന്നത്. പിന്നെ ഇതന്നായി. ഞാൻ ആ ടൈമിൽ ഇത് മേടിച്ച സമയത്ത് ഞാൻ പറഞ്ഞു കുറെ ആയിട്ടാ മേടിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ഇതുണ്ട്, മീൻസ്
അങ്ങനെ ഒരു മാറ്റമല്ല. ഇപ്പൊ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുക അതന്നെ നല്ല സ്കിന്നിന് ഒരു നല്ല ചേഞ്ച് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ അത് മാറ്റില്ല പറഞ്ഞു. അങ്ങനെ ഇപ്പൊ രണ്ടാളും തന്നെയാണ് യൂസ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ രണ്ടാളും ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഇപ്പൊ ഇത് എത്രാമത്തെ ബോട്ടില ശരിക്ക് 6 or 7 ഒക്കെ ആയിട്ടുണ്ടാവും ബോട്ടില്. ഇതിന്റെ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ തീരില്ല, പെട്ടെന്ന് തീരില്ല. ഞങ്ങൾ രണ്ടാളും സെയിമാ യൂസ് ചെയ്യണം. പക്ഷെ അത്യാവശ്യം കൊറേ നിക്കണുണ്ട്. 900 800 ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. മാക്രോണിന്നാണ് ഞാൻ മേടിക്കാറ് എല്ലാതും. ഈ സ്കിൻ കെയർ ഒക്കെ മാക്രോണിന്നാ മേടിക്കാറ്. പക്ഷെ സ്റ്റിൽ ഇത് ആ റേറ്റിനുള്ളതിന് തന്നെ കുറെ കാലം നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മള് ടോണറും മോയ്സ്ചറൈസറും കഴിഞ്ഞിട്ട് വരുന്നതാണ് സൺസ്ക്രീൻ. ഇത് ഏതിന്റെ സൺസ്ക്രീൻ പറഞ്ഞു കൊടുക്കും? ഇത് പറയും, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോ ഇതിലേക്ക് സെറ്റ് ചെയ്ത് ഞങ്ങൾ കൊറേ ആയി. ഞങ്ങക്ക് ആക്ച്വലി ഇത് മേടിച്ച് യൂസ് ചെയ്യണമെന്ന് കൊറേ ആയി വിചാരിക്കണം. എനിക്ക് കിട്ടാറില്ല. ഇതും ബ്യൂട്ടി ഓഫ് ജോസിന്റെ. ഇത് പിന്നെ എല്ലാവർക്കും അറിയുണ്ടാവും. റിവ്യൂ കൊറേ കേട്ടിട്ട് ഞങ്ങൾ മേടിച്ചത്. പക്ഷെ അടിപൊളിയാണ്. യൂസ് ചെയ്താ പിന്നെ നമുക്ക് വേറെ പഴയ സ്കിൻ കെയർ തോന്നില്ല, തീരെ തോന്നില്ല. പിന്നെ നമ്മൾ വിചാരിക്കും ഈ ഒരു ചെറിയ ട്യൂബാണ്, വേഗം തീരില്ല. ഞങ്ങൾ രണ്ടാളും തന്നെ യൂസ് ചെയ്യണത്. പക്ഷെ ഞങ്ങൾക്കിത് മറ്റേന്റെ ഒക്കെ ഡബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആക്ച്വലി ദിസ് ഈസ് സോ ഗുഡ്. എല്ലാരും പർച്ചേസ് ചെയ്യാന് വിചാരിച്ചുള്ളവരൊക്കെ പർച്ചേസ് ചെയ്തോളൂ. എനിക്ക് ഈ പരിപാടി അറിയില്ല. ഇങ്ങനല്ല, ആ ഫേസ് ഒന്ന് മാറ്റ്. ഞാൻ പറഞ്ഞതാ, അതടുത്ത് കൊടുക്ക്. അതന്നെ അപ്പൊ മേടിക്കാന് കാത്തിലിട്ട് വെച്ചുള്ളവരൊക്കെ വേഗം മേടിച്ചോളൂ. ഞങ്ങളാണ് ഉറപ്പ് പറയുന്നത്. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്കിൻ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ എന്തായാലും വേറെ സ്കിൻ ടൈപ്പ് ആണ്. ഈ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്ലോ വരും. ഞങ്ങൾ ഇപ്പൊ ഒന്നും ഇട്ടിട്ടില്ല. ഞങ്ങള് ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളൂ. ഞങ്ങള് വീഡിയോസിലൊക്കെ കാണുമ്പോ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് സ്കിൻ കെയർ, ലിപ്സ്റ്റിക് ഷെയ്ഡ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതില് മെയിൻ ആയിട്ട് ഗ്ലോ വരുന്നത് ഈ ഒരു സൺസ്ക്രീനോടാണ്. പക്ഷെ നമ്മള് നല്ല ഗ്ലോ അല്ല, ഒരു എന്താ പറയാ, ഒരു തിളക്കം, ചെറുതായിട്ടൊരിത്. ഞങ്ങള് പിന്നെ കൂടുതലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്കിൻ കെയറും ലിപ്സ്റ്റിക്കും ഇട്ടിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങാറ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ വെച്ച് നോക്കുമ്പോ വേറെ ഹൈലൈറ്റർ ഒന്നും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഞങ്ങൾക്കൊക്കെ ഇത് നല്ലൊരു സംഭവമാണ്. പിന്നെ നമ്മള് മറ്റേത് കാണിച്ചില്ല, അയ്യോ അതിന്റെ ഇടയിൽ ഇതും കൂടെ ഉണ്ടായിരുന്നു. അല്ല, ഇത് നൈറ്റ് റുട്ടീനില് ആഡ് ചെയ്യുന്ന. ശരിക്ക് ഞങ്ങൾ മോർണിംഗിൽ സ്കിൻ കെയർ ചെയ്യാറില്ല. ഞങ്ങള് ചെയ്യണം എന്നാണ്, ഞങ്ങളെ പോലെ ആവരുത്, ചെയ്യണം. പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് രാവിലെ ചെയ്താൽ. പക്ഷെ രാത്രി ഞങ്ങൾ ചെയ്യാറുണ്ട്, പിന്നെ പുറത്തു പോകുമ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പൊ മോർണിംഗ് ഞാൻ ഭർത്താവ് പറയുമ്പോ കുഴപ്പമില്ല. രാവിലെ പറയാൻ വന്ന മറന്ന്. രാവിലെ ഞാൻ അതല്ല പറയണേ, രാവിലെ ഞങ്ങൾ ചെയ്യണില്ലെങ്കിൽ ഇപ്പൊ രാവിലെ ഞങ്ങൾ പുറത്തു പോകേണ്ടി വരും. അപ്പൊ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ എന്തായാലും ചെയ്യും. സ്കിൻ കെയർ ചെയ്യും. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്. അതെ, ഇപ്പൊ രാവിലെ ചിലപ്പോ ഒരു 12 മണി 2 മണി ഇപ്പൊ ഞങ്ങള് അങ്ങനൊക്കെ ചെയ്യേണ്ടി വന്നാൽ എന്തായാലും ചെയ്തിട്ട് തന്നെ പുറത്തിറങ്ങുള്ളൂ. അപ്പൊ രാവിലെ ചെയ്തില്ല വെച്ചിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു സ്കിൻ കെയർ അതിൽക്കുള്ള ഒരു പേഴ്സൺ അല്ല. പക്ഷെ ചെയ്താലൊരു സമയത്ത് ചെയ്യാൻ ശ്രമിച്ച്, പക്ഷെ രാവിലെ നടക്കണില്ല. രാത്രി പിന്നെ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാൻ നോക്കും. ഇപ്പൊ കുറച്ചായിട്ട് തീരെ ചെയ്യാറില്ല. എന്തോ ഒരു മടി വന്നില്ല. ആകെ രാത്രി ചെയ്യലുള്ളൂ. അതെങ്കിലും ഒന്ന് മര്യാദക്ക് ചെയ്തു. നമ്മളിപ്പോ പുറത്ത് പോകുമ്പോ കോളേജിലൊക്കെ പോകുമ്പോ ഞാനും ഈ ഒരു സംഭവം തന്നെ, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്. രാത്രി മാത്രം ടോണർ, സെറം. ഇത് ഏതാ പറഞ്ഞില്ലല്ലോ, ബ്യൂട്ടി ഓഫ് ജോസിന്റെ. ഞങ്ങൾക്ക് രണ്ട് പ്രൊഡക്ട്സ് ആണ് ബ്യൂട്ടി ഓഫ് ജോസിന്റെ ഉള്ളത്. ഇതാണ് നമ്മള് നൈറ്റില് ആഡ് ചെയ്യുന്ന സെറം. ഇത് ഗ്ലോസറാണ്. ഗ്ലോസറും ബ്യൂട്ടി ഓഫ് ജോസിന്റെ ഗ്ലോസറും കുറെ ഉണ്ട്. ഇതിന്റെ വേറെ ഉണ്ടല്ലോ, ഗ്ലോസറ മാത്രല്ല നയസിനമൈഡിന്റെ ഒക്കെ ഉണ്ട്. ഇത് നമ്മള് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാല് ടോണർ ഇട്ട് കഴിഞ്ഞിട്ട് ഈ സെറം ഇട്ടിട്ടാണ് മോയ്സ്ചറൈസർ ഇടുക. നമ്മള് പിന്നെ ഈ സെറം പക്ഷെ അധികം ഒന്നും ഇടാൻ പറ്റില്ല, കുറച്ച് 3 drops ആയിട്ട്. പിന്നെ സൺസ്ക്രീൻ ഇടൂല നമ്മൾ. അത് ശരിക്കും നമ്മള് ഫസ്റ്റ് ബോട്ടിലാണ്, ഫസ്റ്റ് അല്ല സെക്കൻഡ് ബോട്ടിലാണ് ഞങ്ങള് മേടിക്കണം. പക്ഷെ റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല, ഞങ്ങള് മറന്ന്. നമ്മൾ പിന്നെ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ രാത്രി തീരെ ആക്ച്വലി എന്തുണ്ടാന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ചെയ്യുമ്പോ ഇത് അതിന്റെ ഇടയിൽ ഓർമ്മയില്ല ചെയ്തിട്ടുണ്ട് എന്നാണ് ഓർമ്മ. യൂസ് ചെയ്യാണ്ട് എങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാലും നിക്കുന്നുണ്ട് അല്ലേ? നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല.
ഇത് ശരിക്കും ടോണറിന്റെ പോലെ തന്നെ അല്ലേ? നല്ലൊരു അല്ല, ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻസി ടോണറിന്റെ കുറച്ച് കട്ടിയുള്ള പോലത്തെ തിക്കായിട്ടുള്ള ഇതാണ് വരുന്നത്. ഇത് എനിക്ക് കുറെ പാടുകൾ ഉണ്ടായിരുന്നു. പാടുകൾ ഉള്ളപ്പോ ഇത് യൂസ് ചെയ്തപ്പോ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എന്താ പറയാ ഫേഡ് ഔട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഗ്ലോ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെച്ചാൽ വല്ല മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ കേട്ടോ, കുറച്ചധികം യൂസ് ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ലിപ് ബാം ആയിട്ട് സെബാമെന്റിന്റെ ഇതുണ്ട്, പിന്നെ ഡീകൺസ്ട്രക്റ്റിന്റെ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും ഇങ്ങനെ ഇടയ്ക്ക് മാറി മാറി യൂസ് ചെയ്യും. പിന്നെ നമ്മള് ഡീകൺസ്ട്രക്റ്റിന്റെ ആണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഇത് ഡീകൺസ്ട്രക്ട് ഇഷ്ടമല്ല. അതല്ല, ഡീകൺസ്ട്രക്റ്റ് നല്ലതാണ്, ഞങ്ങള് പിഗ്മെന്റേഷൻ ഒക്കെ കുറക്കും. പക്ഷെ അതിന്റെ ആപ്ലിക്കേറ്റർ ഇല്ലേ മറ്റേ ഡീകൺസ്ട്രക്റ്റിന്റെ, അത് കുറച്ചിങ്ങനെ അടിയിൽ ഇങ്ങനെ വേറെ ടൈപ്പ് ആയിട്ട് ഇത് ഇങ്ങനെ ഉണ്ട് തിരിച്ചാ ഇങ്ങനെ വരും. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇടാം. ഞങ്ങൾ ആ മടി കൊണ്ട് ഇത് യൂസ് ചെയ്യുമ്പോ, പക്ഷെ ഇത് സ്റ്റിൽ നല്ലതാണ്. ഗുഡ് കൺസ്ട്രക്റ്റും നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോ കറന്റ്ലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ് ഈ ലിപ് ലൈനറും പിന്നെ 2 ലിപ്സ്റ്റിക്കും. ഇത് നമ്മള് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ലിപ്സ്റ്റിക് ആണ്, ഒരു ബ്രിക്ക് കളറാണ്. പിന്നെ ഇത് അതല്ലേ ശരിക്കും പുറത്തുനിന്നുള്ള ലൈറ്റിലാണ് നല്ലപോലെ കാണുള്ളൂ. ഇത് നമ്മുടെ ലാക്മേ ഓൾ ടൈം ഫേവറേറ്റ്. ഞങ്ങൾ എല്ലാത്തിലും ഇട്ടുണ്ടാവും കുട്ടികളൊക്കെ. ന്യൂഡ് ലാക്മേയുടെ ഫോറെവർ ന്യൂഡ് ഡ്രീം അല്ലേ. പിന്നെ ഇത് നമ്മളെ മാർസിന്റെ ലിപ് ലൈനർ ആണ്, നല്ലതാട്ടോ. ഇത് നമ്മളിപ്പോ ഷെയ്ഡ് ഉണ്ട്. ഞാനിപ്പോ ഇട്ടിരിക്കുന്നതാണ്. ജസ്റ്റ് ലിപ് ബാം ഇട്ടിട്ട് ഇതൊന്ന് ലൈൻ ചെയ്ത് കൊടുത്താൽ തന്നെ ഒരു ഗുഡ് ആയിട്ട് നിൽക്കും. പക്ഷെ നമ്മള് കൊറേ ഷെയ്ഡ് ഉണ്ട് ഇതിന്റെ ലിപ് ലൈനർ, കൊറേ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് ലിപ്സ്റ്റിക്കിന്റെ കൂടെ ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പൊ നല്ലൊരു കളറായിട്ട് വരും. അപ്പൊ ഇത്രയുള്ള നമ്മള് കറന്റ് സ്കിൻ കെയർ റുട്ടീനിലുള്ള സാധനങ്ങള്. പിന്നെ ഇത് മാത്രല്ലാണ്ട് നമ്മള് സ്കിൻ കെയറിനായിട്ട് അല്ല, ഇത് സ്കിൻ കെയർ വേറെ സ്കിൻ കെയർ ആയിട്ട് ഹോംമെയ്ഡ് റെമഡീസ് അങ്ങനത്തെ പോകുമ്പോ ഫേസ് മാസ്കിലൊക്കെ നോക്കുമ്പോ ഞങ്ങൾ അതും വേണമല്ലോ. ഇപ്പൊ നമ്മള് പെട്ടെന്ന് ടാൻ അടിക്കും, ടാൻ അടിച്ചാല് നമുക്ക് മാറ്റാൻ ഈ സ്കിൻ കെയർ കൊണ്ട് ഒറ്റയടിക്ക് പറ്റില്ല, പോകൂല. നമ്മള് അങ്ങനത്തെ റെമഡീസിൽ ഞങ്ങള് വേദിയുടെ പ്രോഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യണത്. സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കും പിന്നെ സ്കിൻ ഓയിലാണ് യൂസ് ചെയ്യുക. അത് ഈ കുങ്കുമം ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഓയിലാണ്. പിന്നെന്താ, ഇത് ഞങ്ങള് പൊതുവെ എന്താ പറയാ എന്നിങ്ങനെ യൂസ് ചെയ്യണതാണ്. നമ്മളിപ്പോ ഇവിടെ പുറത്തു പോയി വന്നാൽ ടാൻ അടിച്ചുകൊണ്ടാൽ യൂസ് ചെയ്യും. ഫേസ് പാക്ക് നല്ല യൂസ് ചെയ്യാറുണ്ട്, നല്ല റിസൾട്ടും തരുന്നുണ്ട്. നല്ല ടാനിനും അങ്ങനത്തെ എന്താ പറയാ പെട്ടെന്നുള്ള ടാനിനൊക്കെ നല്ല ഡിഫറൻസ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് നമ്മുടെ വേദിയുടെ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ പേജ് മെൻഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് ഓർഡർ ചെയ്താൽ മതി, നമ്മൾ സെറ്റാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പേഴ്സണൽ സ്കിൻ കെയർ സംഭവങ്ങൾ. ഇത്രേ ഉള്ളൂ, ഇത്ര സിമ്പിളാണ്. വലിയ 10 സ്റ്റെപ്സ് അങ്ങനെ ഒന്നുമില്ല, സിമ്പിളായിട്ട് കഴിയും. അപ്പോൾ ഞങ്ങളിപ്പോൾ ചേഞ്ച് ചെയ്തതാണ്. അതിൽ പല പ്രോഡക്ട്സും പഴയ തന്നെയാണ് അല്ലേ. മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും അങ്ങനെ ഒരു സെറം ആഡ് ചെയ്തു, അങ്ങനെ ആ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ എന്റെ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇനി വേറെ എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ, ഞങ്ങള് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പൊ ഓക്കെ.